അറിയില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഫയൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ്. എന്താണ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളുടെ റീഡിംഗ് കാർഡ്സ്. ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. അവരുടെ കറൻറ്റ് സിറ്റുവേഷനായിട്ട് വന്നിട്ടുള്ളത് ക്വീൻ ഓഫ് വോൺസ് ആണ്. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോടൊരു പാഷനുണ്ട്, പക്ഷേ ഈ സമയത്ത് അവരൊരു ആക്ഷൻ എടുക്കില്ല എന്നുള്ളതാണ്. ഈ ക്വീനിൻ്റെ പ്രത്യേകത, അവർ ആക്ഷൻ എടുക്കില്ല. ഈവൻ ദോ ദേ ഹാവ് ദ ഫീലിങ്സ്, ദേ വോണ്ട് ടേക്ക് എനി ആക്ഷൻ. അവർ ആ ഇരിപ്പ് അങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ. അവർ ആക്ഷൻ എടുക്കാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പക്ഷേ ക്വീൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് വളരെ കാര്യമായിട്ടുള്ള പാഷനുണ്ട്, നിങ്ങളോട് അവർക്ക് റീകണക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ കൊണ്ട് അവരത് പിന്നത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഇപ്പോൾ ഒരു 7 ഓഫ് വോൺസ് ആണ്. അവർ എന്തോ ചില കാര്യങ്ങളിൽ പെട്ട് അവർ സ്വന്തമായിട്ട് അവനവനോട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ റിലേഷനെ കുറിച്ചിട്ടുള്ള ചില ചിന്തകളായിരിക്കാം. ഇത് ഭാവിയിൽ എങ്ങനെയാകും, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു മാരേജിലൊക്കെ എത്താൻ ചാൻസ് കുറഞ്ഞ രീതിയിലുള്ള റിലേഷനാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ടെൻഷനായിരിക്കാം. ഇതെങ്ങനെ വീട്ടിൽ പ്രസൻറ്റ് ചെയ്യും, ഇതെങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി എങ്ങനെ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ചില അൺക്ലിയർ ആണ്. പക്ഷെ അവർ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ കാര്യങ്ങൾക്ക് തീരുമാനമാക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട്. ദേ ആർ ഫൈറ്റിംഗ് വിത്ത് ദംസെൽസ്. അവരുടെ തോട്ട്സിനോട് തന്നെ, അവരുടെ ആഗ്രഹങ്ങളോട് തന്നെ അവർ പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതാണ് ഈ സ്പ്രെഡിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാർഡ്. തോട്ട്സ് അബൌട്ട് യു. ലുക്ക് അറ്റ് ദിസ്. 2 ഓഫ് കപ്സ് ആണ്. ബ്യൂട്ടിഫുൾ 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 എനർജി. ഇത് സോൾമേറ്റ്സിൻ്റെ കാർഡാണ്. നിങ്ങളെക്കുറിച്ച് അവരിങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവർക്ക് നിങ്ങളോട് വളരെ വലിയ താല്പര്യമാണുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞു നല്ല പാഷനുണ്ട് എന്നുള്ളത്. അതൊരു വെറും ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല, ഇത് ആത്മാർത്ഥമായ ഒരു സ്നേഹം ഉള്ള സമയത്താണ് നമുക്ക് ഈ കാർഡ് സാധാരണ വരാറുള്ളത്. 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷൻ വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് പരസ്പരം സ്നേഹിക്കുമ്പോൾ ആണ് നമുക്ക് ഈ കാർഡ് കിട്ടുക. സോൾമേറ്റുകളുടെ കാർഡാണ്. ഓക്കെ, സോ ഇതാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് എന്ന് പറയുന്നത്. ഇനി അവരെന്താണ് നിങ്ങളോട് പറയാത്തത്, വാട്ട് ആർ ദേ നോട്ട് എക്സ്പ്രസിങ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പേജ് ഓഫ് സോർഡ്സ് ആണ്. ഈ ഒരു എനർജിയുമായിട്ട് ഒരു ബന്ധമുള്ള ഒരു കാർഡാണ് ഇത്. സോഡ് എനർജിയാണ്. അവർ നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്താകും, അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസുകളെക്കുറിച്ച് അവർ റീതിങ്ക് ചെയ്യുന്നുണ്ടാവും. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട്, തുടങ്ങിയ രീതിയിലുള്ള ചിന്തകളാണ് അവർക്ക് ഉള്ളത്. അതവർ നിങ്ങളോട് പറയാൻ തയ്യാറല്ല. നിങ്ങളെ ഇതൊന്നും പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കണ്ട എന്നവർ വിചാരിക്കുന്നു. അവരുടെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് ചിന്തകളുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. അവർക്ക് തന്നെ ഉറപ്പായിട്ടില്ല ഇത് ഒരു സക്സസ്ഫുള്ളായിട്ട് പോകുമോ എന്നുള്ളത്. പക്ഷേ അവർക്ക് നിങ്ങളോട് വളരെ ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. ഇത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അവസ്ഥയാണ്. പുറമേ നിന്നുള്ള പ്രശ്നങ്ങളാണ് അവരെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സാഹചര്യം, അവരുടെ ചുറ്റുപാട്, ഒരു പക്ഷേ സാമ്പത്തിക അവസ്ഥ, ജോലിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അങ്ങനെ പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കാരണം ഈ റിലേഷൻ അവർക്ക് ഇത് ശരിയാകുമോ എന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ടാണ് അവരിവിടെ ഒരു സോഡ് എനർജിയിലായിട്ട് കാണുന്നത്. ഇത് അവർ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ കൂടെ വിഷമിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത പോസിറ്റീവായിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് വാട്ട്സ് ഹാപ്പനിങ് ഇൻ കമ്മിങ് ഡേയ്സ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്ത് ആറ്റിറ്റ്യൂഡായിരിക്കും അവർ നിങ്ങൾക്ക് നേരെ എടുക്കാൻ പോവുക, നിങ്ങളുടെ കാര്യത്തിൽ എന്തായിരിക്കും അവർ തീരുമാനിക്കാൻ പോവുക എന്നുള്ള കാർഡാണ് ഇത്. 6 ഓഫ് വാൻഡ്സ് ആണ്. തീർച്ചയായിട്ടും ഒരു മാരേജ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് ഒക്കെ തരാനുള്ള പ്ലാനാണ് ഈ കാണുന്നത്. തീർച്ചയായിട്ടും അവരുടെ ആ പാഷൻ, നമുക്ക് 3 കാർഡുകളാണ് വാൻഡ്, അതായത് പാഷൻ സൂചിപ്പിക്കുന്ന 3 കാർഡ്സ് നമുക്കുണ്ട്. അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് ഇത് 6 ഓഫ് വാൻഡ്സ്. അതായത് അവർക്ക് നിങ്ങളോട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഇഷ്ടം നിങ്ങളോട് പ്രകടിപ്പിക്കാൻ ഉള്ള, അതായത് നിങ്ങളുമായി റീകണക്ട് ചെയ്യാനുള്ള, നിങ്ങൾക്ക് മിക്സഡ് സിഗ്നൽസ് നൽകുന്നത് അവസാനിപ്പിച്ചിട്ട് ഒരു പോസിറ്റീവായ രീതിയിലേക്ക്
ഒരു ഫുൾ കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള ഒരു പ്ലാനാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു സ്പ്രെഡാണിത്. നമുക്ക് ഒരു ക്ലാരിറ്റി കാർഡ് കൂടി എടുക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ലോങ് ടേം പൊട്ടൻഷ്യൽ എന്ന് നോക്കാം. ലോങ് ടേം പൊട്ടൻഷ്യൽ ഓഫ് യുവർ റിലേഷൻഷിപ്പ്. ഓ മൈ ഗോഡ്, 10 ഓഫ് പെൻറ്റക്കിൾസ്. ഇതൊരു ഫാമിലി എനർജിയാണ്. തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, നിങ്ങളെ ഫാമിലി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് തീർച്ചയായിട്ടും ഇത്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ അത് പുറമേ നിന്ന് നോക്കുമ്പോൾ അതിങ്ങനെ കാണുന്നില്ല എങ്കിൽ പോലും ഈ സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ആകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ രണ്ട് കാർഡ്സും വളരെ പോസിറ്റീവാണ്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലും നിങ്ങൾക്കും അങ്ങോട്ട് വളരെ ഓപ്പൺ ആയിട്ടുള്ള തുറന്ന രീതിയിലുള്ള ഒരു ഇഷ്ടമാണ്. അതൊരു രണ്ട് ഫാമിലികൾ തമ്മിലുള്ള ഒരു യോജിപ്പായിട്ട് മാറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസ്. എത്ര ഭംഗിയുള്ള, എത്ര സമാധാനകരമായ, സന്തോഷകരമായ ഒരു റീഡാണെന്ന് നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡാണ്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ചില വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. വളരെ സീരിയസ് ആയിട്ടുള്ള കൺഫ്യൂസിങ് സ്റ്റേറ്റിലൂടെ പോകുന്ന ആളുകൾ ദയവായിട്ടൊരു പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം മാത്രം ലൈഫിലെ വലിയ തീരുമാനങ്ങളിലേക്ക് പോവുക എന്നുള്ള ഒരു റിക്വസ്റ്റാണ് ഉള്ളത്. ഫോഴ്സ് ചെയ്ത് ഇത് റെസനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. നാച്ചുറലി, ഓർഗാനിക്കലി ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഐ എം സോ ഹാപ്പി ഫോർ യു. ഇറ്റ്സ് എ പോസിറ്റീവ് റീഡ് ഫോർ യു. ഇറ്റ്സ് എ യെസ് ഫോർ യു. താങ്ക് യു. ഹലോ, പൈൽ നമ്പർ 2 റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്, ഒരു സിറ്റുവേഷൻഷിപ്പിലാണ്, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ക്ലിയർ അല്ല. ഈ ഒരു അവസരമാണെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് അബൌട്ട് യു, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് വിചാരിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2 റീഡിംഗ് ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള കാർഡ്സ്. റീഡിങ്ങിലേക്ക് പോവാം. അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ 7 ഓഫ് സ്വോർഡ്സ് ആണ്. ആ കാർഡ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മറ്റ് കാർഡ്സിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ്, അതായത് നിങ്ങളെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയിലാണ് അവർ നിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. ഇതൊരു കുറച്ചൊരു രഹസ്യ സ്വഭാവമുള്ള ഒരു കാർഡാണ്. എന്താണ് ആ രഹസ്യമെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ ആ കാർഡ് ആദ്യം ഇൻ്റർപ്രറ്റ് ചെയ്യാതിരുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ വിട്ടുകൊടുക്കാൻ വയ്യ, നിങ്ങളെ സ്വന്തമാക്കി തന്നെ വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ള പ്ലാനിങ് ആണ് ഈ വ്യക്തിക്ക് ഉള്ളത് എന്ന് കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് എന്താണ്? നിങ്ങളോട് അവർക്ക് ഒരു ബഹുമാനം, ഒരു ആരാധന, ആ ലെവലിലുള്ള ഒരു സ്നേഹമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് ആണ് അവരേറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻസിൻ്റെ കാർഡാണ്, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ കാർഡാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ള, കഴിവുള്ള ഒരാൾ എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല. ഒരുപാട് എല്ലാ കാര്യത്തിനും പുറകെ നടക്കുന്നവരെക്കാളും കൂടുതൽ ഒരു പാർട്ട്ണർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് സ്വന്തം കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള, ഒരു ബോൾഡായിട്ടുള്ള ഒരു ആളെയായിരിക്കും പാർട്ട്നേഴ്സ് എപ്പോഴും ഇഷ്ടപ്പെടുക, അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റാണ് അവർക്ക് നിങ്ങളോടുള്ളത്. നിങ്ങളെക്കുറിച്ച് അവരിതാണ് വിചാരിക്കുന്നത്. ഇനി അവരെന്താണ് നിങ്ങളോട് പറയാത്തത് എന്ന് നോക്കാം. നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആണ്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തകളുണ്ട്. നോക്കൂ, ഇവിടെ വീണ്ടും നമുക്ക് സ്വോർഡ് എനർജി വന്നിട്ടുണ്ട്. അവർ എന്തൊക്കെയോ പ്ലാനിങ്ങിലാണ്, നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനുള്ള എന്തൊക്കെയോ പ്ലാനിങ് പദ്ധതികൾ അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ അവർ രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ തോട്ട്സ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അവരുള്ളത് എന്ന് കാണുന്നുണ്ട്. ഇനി വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ കമ്മിങ് ഡേയ്സ്, ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണ്. കിങ് ഓഫ് കപ്സ് ആണ്.
അവർ നിങ്ങളുടെ കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അവർ വളരെ മാനസിക സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റിലേഷൻ പോകുന്നത് ഒരു പോസിറ്റീവ് സൈഡിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കിങ് ഓഫ് കപ്സ് ആണ്. ഈ എനർജിയിലേക്ക് വരണമെങ്കിൽ, അതായത് ഒരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കണം, അല്ലേ? അപ്പോൾ അതിനുള്ള ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജാണ് ഇത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്കൊരു ക്ലാരിറ്റി കാർഡ് കൂടി എടുത്ത് നോക്കാം. 5 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഒരു ഇമോഷണൽ അൺഅവൈലബിലിറ്റി ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ പേഴ്സൺ നിങ്ങളോട് ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഈ കാർഡ്സിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാതെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇമോഷണലി ചിലപ്പോൾ കുറച്ചൊന്ന് ഡിസ്റ്റൻ്റ് ആയിട്ടായിരിക്കാം അവർ നിൽക്കുന്നത്. ഒരു കാർഡ് കൂടി എടുത്ത് നോക്കട്ടെ. ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം, ഈ റിലേഷൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും എന്ന് നോക്കാം. ക്വീൻ ഓഫ് വാൻഡ്സ്, ഇതൊരു പോസിറ്റീവ് എനർജിയാണ്. ഇവർ നിങ്ങളോടുള്ള പാഷൻ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഫൈനൽ തോട്ട്സ് കൂടി നമുക്ക് നോക്കാം. വീണ്ടും നമുക്കൊരു ഹൈ പ്രീസ്റ്റസ് കാർഡ് വന്നിട്ടുണ്ട്. അവർ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ വീണ്ടും അതൊരു രഹസ്യത്തിൻ്റെ കാർഡാണ്. എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ അവർക്കിടയിലുണ്ട്, അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെക്കുറിച്ച് അവർ പോസിറ്റീവായ ചിന്തകളാണ് സൂക്ഷിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പേര് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു പക്ഷേ അവർക്കൊരു തോന്നലുണ്ടാവാം. അത് ആരൊക്കെയാണ് എന്നറിയാനായിട്ടും അവർക്കൊരു താല്പര്യമുണ്ടാവാം. അതറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുമുണ്ടാകാം. ഓക്കെ, അങ്ങനത്തെ ഒരു മീനിങ് ആണ് എനിക്കിവിടെ തോന്നുന്നത്. പക്ഷേ മറ്റുള്ളവരാരൊക്കെ ഉണ്ടെങ്കിലും അവരിലേക്ക് ആരിലും നിങ്ങൾ മാറിപ്പോവാതെ ഈ നിങ്ങളുടെ പേഴ്സൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ കാർഡ്സിൽ നിന്ന് മനസ്സിലാവുന്നത്. സോ ഇതാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ തോട്ട്സ്. ഓക്കെ, ഏതായാലും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയാണ് വരുന്ന ദിവസങ്ങളിൽ വരുന്നത്. കിങ് ഓഫ് കപ്സ് ആണ്. സോ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ സോൾവായി ഒരു ഹാപ്പി എൻഡിങ്ങിലേക്ക് തന്നെ റിലേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്